ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുവരെ പഠിക്കാത്ത വേറെ കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ആം ഹാപ്പി. ഞാൻ സന്തോഷവാനാണ്, ഞാൻ സന്തോഷവാനാണ്. നമ്മൾ മിക്കപ്പോഴും കൂട്ടുകാരോടും വീട്ടിലും ഒക്കെ പറയാറുണ്ടല്ലേ, ഞാൻ സന്തോഷവാനാണ്, ഐ ആം ഹാപ്പി. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയുക? മേം ഖുഷ് ഹും. മേം ഞാൻ, ഖുഷ് സന്തോഷത്തിന് ഹിന്ദിയിൽ പറയുന്ന വാക്കാണ് ഖുഷ്. മേം ഖുഷ് ഹും, മേം ഖുഷ് ഹും. ഞാൻ സന്തോഷവാനാണ്, ഐ ആം ഹാപ്പി. മേം ഖുഷ് ഹും, മേം ഖുഷ് ഹും, മേം ഖുഷ് ഹും. ഞാൻ സന്തോഷവാനാണ്. ആം ഫെഡ് അപ്പ്, ആം ഫെഡ് അപ്പ്. ഓഹ്, ഞാൻ മടുത്തു, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു, എനിക്ക് വയ്യ, ഞാൻ മടുത്തു എന്നൊക്കെ പല കാര്യങ്ങളിലും നമ്മൾ പറയാറുണ്ടല്ലേ. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? മേം തക് ഗയാഹും, മേം തക് ഗയാഹും, അല്ലെങ്കിൽ മേം തക് ആ ഗയാഹും. രണ്ടും പറയാം. മേം തക് ഗയാഹും അല്ലെങ്കിൽ മേം തക് ആ ഗയാഹും എന്ന് പറഞ്ഞാൽ ഞാൻ മടുത്തു, ഞാൻ തോറ്റു, എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്ന അർത്ഥമാണ്. മേം തക് ഗയാഹും, ആം ഫെഡ് അപ്പ്. മേം തക് ഗയാഹും, മേം തക് ഗയാഹും. തഗ്, തക് ഗയാഹും എന്ന് പറഞ്ഞാൽ മടുത്തു. മേം ഞാൻ, മേം തക് ഗയാഹും ഞാൻ മടുത്തു. ആം സാഡ്, ഞാൻ ദുഃഖിതനാണ്, എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു, ഞാൻ ദുഃഖിതനാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ആം സാഡ്. മേം ദുഃഖി ഹും, മേം ദുഃഖി ഹും. ദുഃഖിതനാണെന്നുള്ളതിന് ദുഃഖി എന്ന് തന്നെയാണ് ഹിന്ദിയിൽ പറയുന്നത്. മേം ദുഃഖി ഹും, ഞാൻ ദുഃഖിതനാണ്. മേം ദുഃഖി ഹും, ഞാൻ ദുഃഖിതനാണ്. ആം സാഡ്. മേം ദുഃഖി ഹും, മേം ദുഃഖി ഹും, ഞാൻ ദുഃഖിതനാണ്. മേം ദുഃഖി ഹും. ആം വറീഡ്. ഇതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ്. എനിക്ക് ആകെ ചിന്തിച്ചിട്ട് പറ്റുന്നില്ല, ആകെ ഞാൻ ആശങ്കാകുലനാണ്, ചിന്താകുലനാണ്, എന്ത് ചെയ്യും എന്നറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും എന്നോർത്ത് ആകെ ചിന്തിതനാണ്, ആശങ്കാകുലനാണ്. അല്ലെങ്കിൽ നിന്നെ ഓർത്ത് ഞാൻ ഒത്തിരി വറീഡാണ്, ആശങ്കാകുലനാണെന്നൊക്കെ പറയൂലേ. ആം വറീഡ്. മേം ചിന്തിത് ഹും, മേം ചിന്തിത് ഹും, മേം ചിന്തിത് ഹും, ഞാൻ ആശങ്കാകുലനാണ്, ചിന്താകുലനാണ്. മേം ചിന്തിത് ഹും, മേം ചിന്തിത് ഹും. ആം സ്കേഡ്, ആം സ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പേടിയാകുന്നു, എനിക്ക് പേടിയാണ്. ആം സ്കേഡ് ഓഫ് സ്നേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നമുക്ക് അതിനെ പേടിയാണ്, എനിക്ക് പേടിയാണ്, ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയൂലേ. മേം ഡർത്താഹും, മേം ഉസെ ഡർത്താഹും, ഞാൻ അവനെ ഭയപ്പെടുന്നു, എനിക്ക് അവനെ പേടിയാണ്. മേം ഡർത്താഹും, ഡർന ഭയക്കുക, ഡർത്താഹും, ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് പേടിയാണ്. മേം ഡർത്താഹും, മേം ഡർത്താഹും. ആം സ്കേഡ്. മേം ഡർത്താഹും. ആം ഗ്രേറ്റ്ഫുൾ. ഇതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കും അല്ലേ എപ്പോഴും. അപ്പോൾ നമ്മൾ കത്തെഴുതുമ്പോഴും ഒക്കെ പറയേണ്ട ആം ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ആം ഗ്രേറ്റ്ഫുൾ എന്നുള്ളത് ഞാൻ നന്ദിയുള്ളവനാണ്, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു, നിന്നോട് നന്ദിയുള്ളവനാണ് എന്നൊക്കെ പറയുന്നത് മേം കൃതജ്ഞുഹും, മേം കൃതജ്ഞുഹും, മേം കൃതജ്ഞ്, കൃതജ്ഞ്, കൃതജ്ഞുഹും. ഹിന്ദിയിൽ കൃതജ്ഞ എന്നാണ് പറയുന്നത്. മേം കൃതജ്ഞുഹും, മേം കൃതജ്ഞുഹും, ഞാൻ നന്ദിയുള്ളവനാണ്. മേം
കൃതജ്ഞ ഹും, ഐ ആം ഗ്രേറ്റ്ഫുൾ. ഇനി റിയലി, റിയലി എന്ന് നമ്മൾ ചോദിച്ചാൽ ശരിക്കും, സത്യമാണോ എന്നൊക്കെയാണ് അർത്ഥം. റിയലി എന്ന് ചോദിച്ചാൽ സത്യമാണോ, ശരിക്കും, അങ്ങനെയാണോ എന്നാണ്. സച്ച്മേം, ഹിന്ദിയിൽ അതിനെ സച്ച്മേം, നീ പറയുന്നത് ശരിയാണോ, സത്യമാണോ, സച്ച്മേം. റിയലി, സച്ച്മേം, ശരിക്കും, സത്യമാണോ, ഇതൊക്കെയാണ് റിയലി എന്ന് പറയുന്നത് അല്ലേ. സച്ച്മേം, സച്ച്മേം, റിയലി, സച്ച്മേം, ശരിക്കും, അങ്ങനെയാണോ, സച്ച്മേം, റിയലി. ഓഫ് കോഴ്സ്, തീർച്ചയായും, തീർച്ചയായും. സത്യമാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും അത് തന്നെ സത്യമാണ്, തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ബിൽക്കുൽ. ബിൽക്കുൽ ടീക്ക് ഹെ, ബിൽക്കുൽ ടീക്ക് ഹെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ വളരെ നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. ബിൽക്കുൽ ടീക്ക് ഹെ, യാതൊരു കുറവുമില്ല, സുഖമായിരിക്കുന്നു എന്നാണ്. ബിൽക്കുൽ ടീക്ക് ഹും എന്ന് പറയാം. മേം ബിൽക്കുൽ ടീക്ക് ഹും, ഞാൻ തീർച്ചയായും, സത്യമായും സുഖമായിരിക്കുന്നു. അപ്പം ബിൽക്കുൽ, തീർച്ചയായും, മുഴുവനായും, തീർച്ചയായും എന്നാണ് ബിൽക്കുൽ. ഓഫ് കോഴ്സ്. ഐ സോ ദാറ്റ്, ഞാനത് കണ്ടു, ഞാനത് കണ്ടു. അവർ കല്ലെറിയുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ അവനത് എടുക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ദാറ്റ്, ഐ സോ ദാറ്റ്. മേനെ ദേഖ, മേനെ ദേഖ, ഞാൻ കണ്ടു. മേനെ ദേഖ, ഞാൻ കണ്ടു. ഐ സോ, മേനെ ദേഖ, മേനെ ദേഖ, ഞാൻ കണ്ടു. ഐ സോ ദാറ്റ്, മേനെ ദേഖ. അപ്പോൾ ഈ വാക്കുകളെല്ലാം തന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരോട് പറയുമ്പോഴും ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവാനാണ് അല്ലേ. ഐ ആം ഹാപ്പി. മേം ഖുഷ് ഹും, അല്ലെങ്കിൽ ഞാൻ സാഡാണ്, ദുഃഖിതനാണ്. മേം ദുഃഖി ഹും, വറീഡാണ്. അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് പറയേണ്ടി വരുന്നതാണ് മറ്റുള്ളവരോട് അല്ലേ. ഈ വാക്കുകളൊക്കെ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്, പക്ഷേ അത്യാവശ്യമുള്ള വാക്കുകളാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓക്കെ, ടീച്ചറെ സപ്പോർട്ട് ചെയ്യാനായി മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.